ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കപ്പപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കപ്പപ്പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കിലോ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ പീസസായി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് കപ്പ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കപ്പ താളിക്കുന്നതിന് വേണ്ടി 20 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നാൽ 5 വറ്റൽമുളക് കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, പിന്നെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായി മൂപ്പിച്ചെടുക്കാം. കപ്പയിലേക്ക് ഉപ്പിട്ട് കൊടുത്ത കാരണം ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ഉള്ളി ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് തേങ്ങയും കൂടെ നന്നായി ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പ കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പ ചെറുതായി ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. കപ്പ നല്ല വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കുന്നത്. സ്മാഷ് ചെയ്തെടുത്ത ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലേവറിന് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തിയായ കപ്പപ്പുഴുക്ക് ചൂടോടുകൂടി തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാവുന്നതാണ്.